ഹലോ ഗൈസ്, വെൽക്കം ടു ലൈഫ് വിത്ത് രാഗിണി. ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്, കുറച്ച് പരിപാടികളൊക്കെ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മുടെ കണ്ണൻ ഇവിടെ കിടന്നുറങ്ങാണ്. നമുക്ക് അടുത്ത റൂമിൽ പോയിട്ട് നമ്മുടെ കാശിക്കുട്ടനെ കാണാം. കാശിക്കുട്ടൻ ഇവിടെ ഇതാ ഞെരി കൊള്ളി എണീറ്റിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണെന്ന്. ഇന്ന് നമുക്ക് കുറേ പരിപാടികളുണ്ട് കേട്ടോ. കുറേയെന്ന് വെച്ചാൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കണ്ണൻ്റെ വാക്സിനേഷൻ ഡേ ആണ്. 6th വീക്കിൻ്റെ വാക്സിനേഷനാണ്. അപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല, വേഗം കുളിച്ച് റെഡിയായിട്ട് ആദ്യം കാശീനെ സ്കൂളിൽ പറഞ്ഞയക്കണം. എന്നിട്ട് വേണം നമുക്ക് പോവാൻ. ഒരു 10, 10:30, 11 മണിയാകുമ്പോഴത്തേക്കും പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചിലപ്പോൾ ജോലിക്ക് പോകേണ്ടി വരും ഉച്ചയ്ക്ക്. അങ്ങനെ കുറേ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തല ആകെ ഒരു കോലം കെട്ടി ഉള്ള അവസ്ഥയായതുകൊണ്ട് ഞാൻ എണ്ണ അപ്ലൈ ചെയ്യാണ്. കുറച്ച് മമ്മാത്തിൻ്റെ റോസ്മേരി ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. ഇത് ഞാൻ ഓവർനൈറ്റാണ് യൂസ് ചെയ്യാറ്. അതായത് തലേന്ന് രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ കുളിക്കുന്ന പോലെയാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ മറന്നു ചെയ്യുന്നല്ലോ അപ്ലൈ ചെയ്യാൻ. അപ്പം എൻ്റെ തലയിൽ എണ്ണ ഇല്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കുറേ കഴിഞ്ഞാൽ തലവേദനിക്കും. കുറച്ച് നമുക്ക് എണ്ണ അപ്ലൈ ചെയ്യാം. കുറേ ഒന്നും അപ്ലൈ ചെയ്യില്ല, ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യും. നല്ലൊരു മണമുള്ള എണ്ണ. റോസ്മേരി ഓയിലിലേക്ക് നല്ല അടിപൊളി മണമുള്ളതാണ്. ചിലവർക്കിത് തലവേദനിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഫസ്റ്റൊക്കെ തലവേദന ഉണ്ടായിരുന്നു. പക്ഷെ യൂസ് ചെയ്ത് ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കും. ഒരു 15 മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുളിക്കും. കുറേ നേരം വെച്ചിരിക്കാനുള്ള സമയമില്ലെന്നും. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കുളിക്കണം. അപ്പം ഞാൻ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ അമ്മ നല്ല അടിപൊളി ഒരു കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പൊതുവേ ചായ കുടിക്കാത്ത ഒരാളാണ്. എനിക്ക് കോഫിയോടാണ് ഇഷ്ടം. ഞാനൊരു കോഫി ലവറാണ്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും കോഫി ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് വേഗം കുടിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. അങ്ങനെ ഫൈനലി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കാശിക്കുട്ടനെ പോയിട്ട് നോക്കി നോക്കാം എന്തായി അവൻ്റെ പരിപാടിയെന്ന്. അപ്പോഴത്തേക്ക് ഇവിടെ അമ്മ ഇവനെ കുളിച്ച് റെഡിയാക്കിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കി നോക്കാം. ഇവനെ റെഡിയാക്കൽ, അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവന് ഒരു ഡെയിലി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. സെറ്റാഫിലിൻ്റെ ഒരു ബേബി ലോഷനാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. ഇത് നല്ലൊരു അടിപൊളി മൈൽഡായിട്ടുള്ളൊരു ലോഷൻ തന്നെയാണ്. നല്ല ഹൈലി റെക്കമെൻഡഡ് ബൈ ഡോക്ടേഴ്സ് ഉള്ളൊരു ലോഷനാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടാൾക്കും ഇത് തന്നെയാണ് യൂസ് ചെയ്ത് കൊടുക്കാറ്. അപ്പം ഞാൻ വേഗം ഇത് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കട്ടെ. ഇന്ന് സ്കൂളുണ്ടോ? എന്താ ഒട്ടകോ? ഒറ്റ മതിയോ? നമുക്ക് റെഡി ആയിട്ട് സ്കൂളിൽ പോണ്ടേ? വേണം. മൺഡേ ആണിന്ന്, മൺഡേ. അപ്പൊ ഇനി നമുക്ക് ഇവനെ കഴിപ്പിക്കൽ പരിപാടിയിലേക്കാണ് അടുത്തതായിട്ട് പോകേണ്ടത്. നമുക്ക് കാശി കഴിക്കാം. എന്താ ഭക്ഷണം കഴിക്കാം. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ചന്ദനമൊക്കെ ഇടാം അല്ലേ? അപ്പോൾ ഞാനിവിടെ ചാണുണ്ട്. അപ്പം നമ്മൾ തന്നെ അരയ്ക്കണ ചന്ദനാണ് കേട്ടോ ഇടാറ്. അപ്പോൾ ഇവിടെ അമ്മ കാശിനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം അവന് നമുക്ക് യൂണിഫോം ഒക്കെ ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പം മഹേഷേട്ടൻ വരും. എന്നിട്ട് ഇവനെ റെഡി ആയിട്ട് നമുക്ക് സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ കാശിയെ ഫുഡ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ദോശയും ഉള്ളിച്ചമ്മന്തിയും സാമ്പാറുമാണ്. വെള്ളപ്പെടുത്തോണ്ടരാം. അപ്പോൾ നമ്മുടെ കാശിക്കുട്ട ഫുൾ റെഡിയായി. ഇനി സ്കൂളിൽ പോകാനുള്ളതിലാണ്. അപ്പോൾ മഹേഷേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ മൾബറി ഉണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണത്. അപ്പം അത് പറിച്ച് കൊടുക്കലാണിത്.
ബൈ ബൈ. See you. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനും സെയിം ദോശ തന്നെയാണ് കഴിക്കണത്. അപ്പോൾ ഞാൻ ദോശയൊക്കെ കഴിച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അവനെ കുളിപ്പിക്കാനൊരു ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവനെ മസാജ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുളിപ്പിക്കാറ്. നമുക്കറിയാം കുഞ്ഞു പിള്ളേരിങ്ങനെ മസാജ് ചെയ്ത് കുളിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുളി കഴിഞ്ഞ പാടെ തന്നെ ഞാനിങ്ങനെ വയം വരച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ കാശിക്കും ഇതേപോലെ വയം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അതേ സെയിം സാധനം തന്നെ കണ്ണനും ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മുതലേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എത്ര പേർക്ക് ഇതറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വയം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാം കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അവന് നെറ്റിയിൽ ഇട്ട് കൊടുക്കും. പിന്നെ ചെറുതായിട്ട് ചെറിയ എമൗണ്ടായിട്ട് ഞാൻ വായയിലൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുള്ളൂ കേട്ടോ. തൊട്ടില്ല അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഇവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഞാൻ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിതാ റെഡിയായി ഹോസ്പിറ്റലിൽ പോകണം. ഭയങ്കര വെയിലാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് വാക്സിനേഷൻ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ വാക്സിനേഷൻ റൂമിലേക്ക് പോയി. ഇതാ ഇപ്പോൾ തുള്ളിമരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ തുള്ളിമരുന്ന് കൊടുത്തപ്പോഴത്തേക്കും തന്നെ അവൻ കരയാൻ തുടങ്ങി. പക്ഷെ നമ്മളിതൊക്കെ ചെയ്തല്ലേ പറ്റൂ. കാരണം നമ്മുടെ കുട്ടികളുടെ പ്രതിരോധശേഷി കൂട്ടാൻ ആയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് രോഗങ്ങളൊക്കെ കൂടുകയാണ്. അതായത് നമ്മളുടെ ആ കാലഘട്ടത്തിലുണ്ടായ ഡിസീസസോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് വാക്സിനേഷൻസ് കൊടുക്കുക. ആരും അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളുടെ പ്രതിരോധശേഷി കൂട്ടാനും പിന്നെ ഓരോ രോഗങ്ങളെ തടയാനും ഒക്കെ ആയിട്ട് ഇതെന്തായാലും കൊടുത്തിരിക്കണം നമ്മൾ. വേദനയൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതൊക്കെ സഹിച്ച് അവരെ നന്നായി ടേക്ക് കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അപ്പുറത്തൊരാൾ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. മഹേഷേട്ടൻ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിതാ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചത്ര വലിയ കരച്ചിലൊന്നുമില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പെട്ടു. നമ്മളെപ്പോഴും ഇങ്ങനെ ബ്ലോക്കിലാണ്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ എപ്പോൾ മഞ്ചേരിക്ക് ഇറങ്ങിയോ അപ്പം ഉണ്ടാവും ഇങ്ങനെ ബ്ലോക്ക്. എന്താണ് നിങ്ങൾക്ക് ഈ ബ്ലോക്കിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയല്ല, പെരും ചൂട്, എസിയും വർക്കിംഗ്. നല്ല രസമില്ലേ ഇങ്ങനെ പോവാൻ? നല്ല അടിപൊളി ബ്ലോക്കാട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ഇതേപോലെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും ഇതേപോലെ ബ്ലോക്കാണ്. സംഭവം നമുക്ക് 10 മിനിറ്റും ആവൂല അല്ലേ? 5 മിനിറ്റോളം നമുക്ക് ഹോസ്പിറ്റലിൽ വരും. 5 മിനിറ്റോളം ഹോസ്പിറ്റലിൽ. പക്ഷെ നമ്മൾ ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് ഒരു അരമണിക്കൂറാവും. 3/4 മണിക്കൂറാവും നമ്മൾ ഹോസ്പിറ്റലിൽ എത്താനും തിരിച്ച് വീട്ടിലെത്താനും. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒച്ചഴയണ പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തി കുറച്ചൊരു ഓട്ടപ്പരിപാടിയായിരുന്നു. അപ്പോഴത്തേക്കും അവന് കരച്ചിലായി.
അപ്പോൾ അതൊക്കെ കാം ഡൗൺ ചെയ്ത് ആളിപ്പോൾ ഉറക്കാൻ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം കഴിച്ചിട്ട് എനിക്ക് ജോലിക്ക് പോകണം. കുറച്ച് നേരം എനിക്ക് അവിടെ പോയിട്ടൊന്ന് ഇരിക്കണം. അത് കഴിഞ്ഞാൽ മോനെ പിക്ക് ചെയ്യണം. അതും കൂടി കഴിഞ്ഞാൽ ഈ ഡേ കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ ചോറൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ കടയിൽ പോവാണ്. വർക്ക് ഉണ്ട് എനിക്ക്. കുറച്ച് നേരം അവിടെ പോയിരിക്കണം. അത് കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ഓട്ടോയിലൊക്കെ കയറി പോവാണ് കേട്ടോ. വരുമ്പോൾ എന്നെ മായശേട്ടൻ പിക്ക് ചെയ്തോളും. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. മോനെ പിക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്കിവിടെ നമ്മുടെ ഫസ്റ്റ് ക്രൈയിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു സമാധാനമായി. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര ഒരു ഹെക്റ്റിക് ഡേ ആയിരുന്നു. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ കണ്ണൻ ഭയങ്കര കരച്ചില്ലായിരുന്നു. അപ്പം ഞാൻ ഓടി വന്നതാണ്. അപ്പം ഞാൻ അത്രേ ഉള്ളൂ. നമ്മുടെ കാശിക്കുട്ടനും സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.